ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കൊരു വലിയ സംഭവം കിട്ടിയിട്ടുണ്ട്. അതെന്താ ഞാനിപ്പോൾ കാണിച്ചു തരാം. ബമ്പോ ഇതാണ് സംഭവം. അപ്പോൾ ചെറിയൊരു വാഴക്കൊലയാട്ടോ. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് പണിക്ക് പോയപ്പോൾ അമ്മയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ അമ്മ അവിടെ നിന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുത്താട്ടോ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് ഇത് പുഴുങ്ങിക്കോ, ഇന്നത്തെ ചായക്ക് വേണ്ടിയിട്ട്, വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ഇത് പുഴുങ്ങിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ, ഇന്ന് പുഴുങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിനെല്ലാം മുറിച്ചിടുന്നതാണ്. ഇത് അധികം മൂത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇത് ഉണ്ടായിട്ട് എന്തോ കൊല ഒടിഞ്ഞു പോയിട്ട് കണ്ട് അമ്മയ്ക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇവിടെ വൈകുന്നേരം ഈവനിങ്ങിന് നമ്മൾ ഈ രാവിലെ ചായക്ക് കൂട്ടലുണ്ടാക്കൂലേ, അതുപോലെ തന്നെ ഈവനിങ്ങും ഇവിടെ പ്രധാനമാണ് ചായക്കൂട്ടൽ കേട്ടോ. അപ്പോൾ ഞാൻ അതിന് കറ നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടുന്നത്. വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട്, കറ പോവായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ വിസിലടിപ്പിക്കാൻ വെക്കുന്നതാണ്. 2-3 വിസിൽ മതിയായിരിക്കും. പിന്നെ എപ്പോൾ ഞാൻ കുക്കറിൽ എന്ത് വെച്ചാലും വെള്ളം വിസിൽ വരുമ്പോൾ വെള്ളം മൊത്തമാവും, മറ്റേ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ മൊത്തം. പിന്നെ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 1-2 മണിക്കൂർ വേണം. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ സ്പൂൺ ഇട്ടാലും ചീറ്റും, സ്പൂൺ ഇട്ടില്ലേലും ചീറ്റും, വെള്ളം കുറച്ചാലും ചീറ്റും, വെള്ളം കുറച്ചില്ലേലും ചീറ്റും, അങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ധ്യാനൂസിന് മറ്റേ നമ്മുടെ ചോക്കോസ് വേണമെന്ന് പറഞ്ഞിട്ട് ധ്യാനൂസിന് എടുത്തു കൊടുക്കുന്നതാണ് പാലെല്ലാം ഒഴിച്ചിട്ട്. അപ്പോൾ അതാ നമ്മുടെ ബിസിൽ വന്നിട്ടുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, ഞാനത് പരീക്ഷിക്കാൻ വെച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചേ വെള്ളം ചീറ്റിട്ട്, എന്നാലും വെള്ളം പോയിട്ടോ. അപ്പോൾ അതാ നമ്മുടെ വാഴയ്ക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടലെന്ന് പറഞ്ഞാൽ അരപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങയും പിന്നെ ചെറിയുള്ളിയാണ് നല്ലത്. എൻ്റെ അടുത്ത് ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് വെല്ലുള്ളിയും പിന്നെ നമ്മുടെ കാന്താരി അതും കൂടി, പിന്നെ നമ്മുടെ വെളുത്തുള്ളി അതും കൂടി ഇട്ടിട്ട് മിക്സിക്കകത്തിട്ടിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ കടുക് പൊട്ടിക്കുന്നതാണ്. കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് നേരം മൂപ്പിക്കണം. നമ്മുടെ ഈ അരപ്പ് മൂപ്പിച്ചിട്ട് വേണം എന്തിടാ ഈ വേവിച്ച് വെച്ചേക്കുന്ന വാഴയ്ക്ക ഇടാൻ കേട്ടോ. പിന്നെ അതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഈ തിളച്ച് വരുമ്പോൾ ഇടാം. അപ്പോൾ ചില ദിവസങ്ങളിൽ മാത്രം കേട്ടോ ഇത് ഉണ്ടാക്കുള്ളൂ. കാരണം നമ്മുടെ എപ്പോഴും സാധനം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പ്രജീഷാണ് ചില ദിവസം കഴിയല്ല, അതാണ് സത്യാവസ്ഥ. അന്നേരം ഞാൻ പ്രജീഷാനോട് പറയും എന്തേലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേന്ന് പറയും കേട്ടോ. അപ്പോൾ അതവിടെ സെറ്റായ സമയത്ത് ഞാൻ വിചാരിച്ചു ഇനി കയ്യോടെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാം. ഈ ഉണ്ടാക്കുന്നൊന്നുമല്ല ബുദ്ധിമുട്ട്, ഈ പാത്രം കഴുകലാണ് ബുദ്ധിമുട്ട്. എത്ര പാത്രം കഴുകിയാലും പിന്നെ എവിടുന്നോ പൊട്ടി മുളയ്ക്കുന്ന പോലെ പാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയായിക്കൊണ്ടിരുന്നപ്പോൾ പ്രജീഷേട്ടൻ വന്ന് ചായ ഇടുന്നു. പ്രജീഷേട്ടന് ഞാൻ പുഴുക്ക് കൊടുത്തേ. അതെല്ലാം പുഴുക്കെല്ലാം കൊടുത്ത് ഞാൻ മേലെ വന്നപ്പോഴാണ് ഒരു ലോഡ് തുണി മടക്കാൻ. നിങ്ങളിൽ എത്ര പേർക്കുണ്ട് ഗായ്സ് ഈ തുണി മടക്കാൻ മടിയുള്ളവർ? എനിക്ക് അലക്കാൻ പ്രശ്നമില്ല, പക്ഷെ വിരിച്ചിടാൻ ഭയങ്കര മടിയാണ്. അതുപോലെ ആ വിരിച്ച് എങ്ങനെയെങ്കിലും ഇടും, പിന്നെ അത് ഉണങ്ങി കഴിഞ്ഞ് എടുത്ത് റൂമിൻ്റെ ഇടയിൽ ഒരു മൂലയ്ക്ക് കൊണ്ടുവെക്കും. പക്ഷെ അത് മടക്കി വെക്കാൻ ഒടുക്കത്തെ പണിയാണ്. അപ്പോൾ 2 ദിവസത്തെ തുണി ഉണ്ടായിരുന്നു, അതൊക്കെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി മടക്കി വെച്ച് പിന്നെ ബെഡെല്ലാം ഒന്ന് വൃത്തിയാക്കണുണ്ടായിരുന്നു. തുണി ഇട്ടത് കൊണ്ട് തന്നെ ആകെ കുളമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബെഡെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എല്ലാ രാത്രിയിലും ഇങ്ങനെയൊന്നും നൈറ്റും ഇങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ചില ദിവസങ്ങളിൽ മാത്രം കേട്ടോ, തുണിയെല്ലാം മടക്കാനുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ കുറച്ചധികം പണികളുണ്ടാവേ. അപ്പോൾ ബെഡെല്ലാം വൃത്തിയാക്കിയിട്ട് വെറുതെ ധ്യാനൂസ് ഇപ്പം എല്ലാം കൊളാക്കി കളയും. അവന് ഓടിക്കയറി വരും, എല്ലാം വലിച്ചു വാരിയിടും, എല്ലാം പഴയതുപോലെ ആക്കും കേട്ടോ. പഠിക്കുന്ന ബെല്ലിൻ്റെ സ്ഥലത്താണ് പഠിക്കുന്നില്ലേ ഹയർ അടിക്കട മുള്ളേ നിന്നെ മുള്ളേ നിന്നെ അടി മുള്ളേ നിന്നെ നിന്നെ ഓടിക്കതള്ളി നിന്നെ മുള്ളേ നിന്നെ ഹയർ. അപ്പോൾ ധ്യാനുവിൻ്റെ പാട്ടെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുക്കളയിലേക്ക് നേരെ പോവാം കേട്ടോ. അപ്പോൾ അടുക്കളയിലേക്ക് എന്തിനാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി അരയ്ക്കാനായിട്ട് കേട്ടോ. നാളത്തേക്ക് ഞാൻ പച്ചരി ഉഴുന്നും കൂടി പുതിർത്തിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ വീഡിയോയുടെ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടാവും, കാരണം ഈ വീഡിയോ എടുത്തിരുന്നത് നമ്മുടെ ധ്യാനൂസ് കേട്ടോ. അവന് വീഡിയോ ഒക്കെ എടുക്കാൻ പറയുമ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടമാണ്, വലിയ ആളായി. അതുകൊണ്ട് അവന് ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതല്ല അവന് ഭയങ്കര ഇഷ്ടം. അവനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു വീഡിയോ എടുത്താടാന്ന് പറഞ്ഞപ്പോൾ വീഡിയോ എടുത്ത് തന്നാ കേട്ടോ. അങ്ങനെ അരിയെല്ലാം അരച്ച് കഴിഞ്ഞ് പ്രജീഷേട്ടനെല്ലാം വന്ന് ഞങ്ങൾ ചോറ് കഴിക്കുന്ന കേട്ടോ. അപ്പോൾ ചോറ് കഴിച്ച് ഇനി ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരാം. അപ്പോൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ കട്ട സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് നമ്മളെ
നിങ്ങളുടെ സന്തോഷം അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരാം. അപ്പോൾ ടാറ്റാ ബൈ.